എല്ലാ ഓഡിഷനും അപ്പം മൊത്തത്തിൽ എന്തായാലും കേരളമൊക്കെ ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. ചെന്നൈ പോയിട്ട് ബാംഗ്ലൂർ പോയിട്ട് നമ്മള് തൃശ്ശൂരുകാരുടെ അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ നമുക്ക് ഇത്തിരി ബിൽഡപ്പ് ഒക്കെ കൊടുക്കണ്ടേ? ഒരു 10 കൊല്ലത്തോളം ഓഡിഷൻ മാത്രം അറ്റൻഡ് ചെയ്തു. അതെ. ഓഹോ. എനിക്ക് അങ്ങനെ അതിനോട് സ്റ്റാർ എനിക്ക് നല്ലൊരു ആക്ടറാണ്. അതാണ് എന്റെ ആഗ്രഹം. ഈ 2 വലിയ പടത്തിൽ വലിയ പടത്തിൽ എന്നിട്ട് അത് അവസാന നേരത്ത് നമ്മുടെ തട്ടിത്തെറിച്ച് പോവുകയാണ്. കാരണം നമ്മുടെ മാത്രം സ്വപ്നമാണ്, നമ്മുടെ മാത്രം ഡ്രീമാണ്. അതിന്റെ പിന്നാലെ പോണെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ പോസിറ്റീവാണ്. അല്ലെങ്കിൽ രക്ഷയില്ല. നമ്മൾ ചെന്നിരുന്നോണ്ട് ഇപ്പൊ ചിലപ്പോ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഞാൻ വരുന്നോണ്ട് എനിക്ക് സ്ഥലം ഞാൻ ഒരാളുടെ സംസാരിക്കുമ്പോൾ ഞാനും പഠിക്കാം. ശരിയാണല്ലോ, അങ്ങനെയാണല്ലോ, ഞാനും പഠിച്ചുകൊണ്ടിരിക്കാം. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് മൈ ചോയ്സ്. സ്റ്റോറീസ് ഓഫ് മൈ ചോയ്സിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് തമിഴ് ആൻഡ് മലയാളം സിനിമകളിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഞങ്ങളുടെ സ്വന്തം ജെൻസൺ ആലപ്പാട്ടാണ്. ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും പേര് പറയുന്ന കരുതി. നമ്മള് തൃശ്ശൂരുകാരുടെ അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ നമ്മൾ ഇത്തിരി ബിൽഡപ്പ് ഒക്കെ കൊടുക്കണ്ടേ? അല്ല, ഞാൻ പറഞ്ഞതേ കുറെ പേര് എന്റെ പേര് ഓർമ്മക്കില്ല. ഫസ്റ്റ് പടത്തിലത്തെ ആ പേര് മടപ്രാവ് എന്നുള്ള ഒരു പേര്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ചേട്ടനെ എല്ലാവരും പെട്ടെന്ന് ജെൻസൺ ആലപ്പാട്ട് എന്ന് പറഞ്ഞാൽ ആരാണ് അറിയില്ല. ആ ക്യൂനിലെ മടപ്രാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാനായിട്ട്. അതെ. എങ്ങനെയാണ് ആ ഒരു ഫിലിമിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ്? അതിന് മുന്നും ഒരുപാട് ക്യാരക്ടേഴ്സ് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ഇല്ല, ക്യൂനാണ് ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. തിരിച്ചറിയുന്നതൊക്കെ ആ പടത്തിലൂടെയാണ്. അത് ഓഡിഷൻ ചെയ്തിട്ട് എടുത്തത്. അതിലത്തെ എല്ലാവരും ഓഡിഷൻ ഞാൻ ഓഡിഷൻ ചെയ്തെടുത്തു. ഓക്കെ. അതിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിഷൻ അറ്റൻഡ് ചെയ്യൽ അവിടുന്ന് മെയിൻ തൊഴിലാളി, ഓഡിഷൻ തൊഴിലാളി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ഒരു 10 കൊല്ലത്തോളം ഓഡിഷൻ മാത്രം അറ്റൻഡ് ചെയ്തു. അതെ. ഓഹോ. എന്നിട്ടാണ് സിനിമയിലേക്ക് എത്തിയത്. എല്ലാ ദിവസവും ഓഡിഷൻ ഉണ്ടാവും. എല്ലാ ഓഡിഷനും പോകും. എല്ലാ ഓഡിഷനും മൊത്തത്തിൽ എന്തായാലും കേരളമൊക്കെ ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. ചെന്നൈ പോയിട്ട് ബാംഗ്ലൂർ പോയിട്ട് എല്ലായിടത്തും പോയി. അപ്പൊ സിനിമ എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടല്ലേ? അതെ അതെ. നമുക്ക് തൃശ്ശൂർ നാടകത്തിന്റെ ഒരു സ്ഥലമായതുകൊണ്ട് എന്റെ ഗ്രാമം എന്ന് പറഞ്ഞൊരു ഔണൂർ എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമമാണ്. അവിടെ ചെറുപ്പം തൊട്ടേ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേജിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് വരെയും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പോലും സ്റ്റേജിൽ കയറിയതാ. അപ്പൊ നമുക്ക് നാടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അവിടുന്ന് പിന്നെ ഒരു സമയത്ത് അഭിനയത്തിനോടുള്ള ക്രൈസ്, പിന്നെ അത് സിനിമയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എത്തി നമ്മൾ. അപ്പോ ആ ഒരു ഇത് എന്ത് ചെയ്യും, നമുക്ക് നാടകത്തിൽ കുറെ പേരിനെ അറിയാന്നല്ലാണ്ട് സിനിമയിലത്തെ ആരും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് സിനിമയിലേക്ക് എത്താം. അപ്പൊ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാം എന്ന് മാത്രമുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വരുന്ന ഓഡിഷൻ ഒക്കെ പോയി അറ്റൻഡ് ചെയ്യും. ഇത്രയും ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നല്ലത് എക്സ്പീരിയൻസ് ഉണ്ട്, പൊട്ട എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് എവിടെ പോയാലും ഇപ്പൊ പെട്ടെന്ന് ഒരു ക്യാരക്ടർ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലും നമുക്കൊന്നും ടെൻഷൻ ഇല്ല. അങ്ങനത്തെ ഒരു ഭയങ്കര ത്രൗട്ട് ദി ഓഡിഷൻ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കില്ല. ചെല്ലുക, എന്തായാലും ഒന്ന് ചെയ്യൂ, ഓക്കെ, അവര് പറയും ചെയ്യാൻ, ഓക്കെ. നമ്മൾ അങ്ങനത്തെ ഒരു കൂടായിരുന്നു. നിരുത്സാഹപ്പെട്ട് പോരേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു? അപ്പൊ ശരിക്കും നമ്മുടെ ഉള്ളില് ഒരു ഫിലിം സ്റ്റാർ ആവണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണല്ലോ ഓരോ ഓഡിഷൻസും അറ്റൻഡ് ചെയ്യണത്. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ സ്റ്റാർ ആണല്ലോ നമ്മുടെ തൃശ്ശൂരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അതെ. ഇല്ല, അങ്ങനെ ആവട്ടെ, നമ്മൾ അതിനു വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. എനിക്ക് അങ്ങനെ അതിനോട് സ്റ്റാർ എനിക്ക് നല്ലൊരു ആക്ടറാണ്, അതാണ് എന്റെ ആഗ്രഹം. നല്ലൊരു ആക്ടറായിട്ട് അറിയപ്പെടും. അല്ലാണ്ട് സ്റ്റാർ എന്നുള്ളതിലും കൂടുതൽ എനിക്ക് നല്ലൊരു ആക്ടറായിട്ട് അറിയപ്പെടും. അതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് പറഞ്ഞേട്ടാ. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ആ ഒരു നിരുത്സാഹപ്പെട്ടു പോരേണ്ട ആ ഒരു ക്യാരക്ടർ, ആ റോള് അതെങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്യണ്ടായിരുന്നത്? നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ, കിട്ടിയില്ല. വേറെ എന്താ പറയാ, ക്യൂൺ എന്ന് പറഞ്ഞ പടത്തിന്റെ സെലക്ട് ആവാനായിട്ടുള്ള മുന്നേ എനിക്ക് 2 വലിയ പടത്തിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയ പടത്തിലേക്ക്. എന്നിട്ട് അത് അവസാന നേരത്ത് നമ്മുടെ തട്ടിത്തെറിച്ച് പോവുകയാണ്. അപ്പൊ നമ്മളെന്താ ചെയ്യാ, അയ്യോ എനിക്ക് ഭാഗ്യമില്ല, ഞാൻ അങ്ങനെയാ, എനിക്ക് സാധാരണക്കാർക്ക് അറിയില്ല തട്ടിത്തെറിച്ച് പോയത് എങ്ങനെയാണ്. പല കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പൊ അത് പല ആ സമയത്തുണ്ടായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് അത് നമുക്കിപ്പോ ഒഫീഷ്യലായിട്ട് ചിലപ്പോ പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചിലപ്പോ വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് വന്ന് ലാസ്റ്റ് തെറിച്ച് പോയപ്പോഴും എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ നമ്മളെ തന്നെ പോസിറ്റീവ് ആക്കണം. അല്ലാണ്ട് നമുക്ക് രക്ഷയില്ല, വേറെ ആരും നമ്മൾ പോസിറ്റീവ് ആക്കാൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ മാത്രം
സ്വപ്നാണ്, നമ്മുടെ മാത്രം ഡ്രീമാണ്. അതിന്റെ പിന്നാലെ പോണെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ പോസിറ്റീവ് ആക്കണം, തീർച്ചയായിട്ടും of course. അല്ലാണ്ട് രക്ഷയില്ല. അപ്പൊ ആ 2 ചാൻസ് വന്ന് അത് ലാസ്റ്റ് സമയത്ത് തട്ടിത്തെറിച്ച് പോയപ്പോൾ ഞാൻ ആലോചിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും വലിയ പടമായിരുന്നു. ഒരു പടം ഭയങ്കര വിജയമായി, ഒരു പടം പരാജയമായി. അപ്പൊ ഞാൻ ആലോചിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ വരാത്ത ചാൻസ് എന്റെ തൊട്ടടുത്തെത്തി. ഇതുവരെ എനിക്ക് ഇത്ര വലിയ പടത്തിലേക്കൊന്നും വീഡിയോകൾ വന്നിട്ടില്ല. അപ്പൊ സിനിമ എന്ന് പറഞ്ഞത് എന്റെ തൊട്ടടുത്ത്. അങ്ങനെയാണ് ഞാൻ എന്റെ അടുത്തുണ്ട്. ഇത്ര നാള് വരാത്ത സാധനം എന്നെ തേടി വന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഞാൻ അത് എന്നെ തന്നെ പോസിറ്റീവ് ആക്കി. അങ്ങനെ അടുത്ത സെക്കൻഡിലാണ് ക്യൂ എന്ന് പറഞ്ഞ എന്റെ ഓഡിഷൻ വരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്യുന്നു, കിട്ടുന്നു. ചിലപ്പോ ആ വലിയ 2 പടത്തിൽ ഞാൻ ചിലപ്പോ എത്തിയിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ഒരു പേരിൽ തിരിച്ചറിയില്ലായിരുന്നു. ഇപ്പൊ ക്യൂൺ പറഞ്ഞ പടം ഇറങ്ങിയിട്ട് എനിക്ക് 7 വർഷം കഴിഞ്ഞു. 2018 റിലീസ് ആയതാണ്. ഇപ്പോഴും ആ ഒരു ക്യാരക്ടറിലൂടെ പുറത്തൊക്കെ പോകുമ്പോഴും അതെനിക്ക് തോന്നുന്നു ആ വലിയ 2 പടങ്ങളിൽ എത്തിയിരുന്നെങ്കിൽ ചിലപ്പോ തിരിച്ചറിയില്ല. അപ്പൊ നമ്മൾ ദൈവം എന്ന് പറഞ്ഞ ഒരാള് നമുക്ക് വേണ്ടി ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതാണ് ക്യൂന് ശേഷം ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ വന്നിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. എന്തൊക്കെയാണ്, ഒന്ന് ഷെയർ ചെയ്യാമോ? നമുക്ക് സിനിമ ആളുകൾ കാണുമ്പോ ഐഡന്റിഫൈ ചെയ്യുന്നു, അതൊരു കാര്യമാണ്. എനിക്ക് അറിയില്ല. ഞാനിപ്പോ സുഹൃത്തുക്കളുടെ കൂടെ പോകുമ്പോ ഇങ്ങനെ ഓരോരുത്തരൊക്കെ നോക്കിയുമ്പോ അവര് കൂട്ടുകാരന്മാർ പറയും, അവര് നിന്നെ നോക്കണം, ഞാൻ എന്തിനു നോക്കണേ. എനിക്ക് തന്നെ ചില നേരത്ത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. നമ്മള് സിനിമയിൽ അഭിനയിച്ച് നമ്മള് തിരിച്ചറിയുന്ന ചില നേരത്ത് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ഞാൻ സാധാരണ മാതിരി നമ്മുടെ ഇപ്പൊ തൃശ്ശൂരൊക്കെ ഇടുന്നു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്ന നടക്കും. അപ്പൊ കുറെ പേര് ചേട്ടൻ അവിടെ കൊണ്ടിരുന്നുണ്ടോ, ചേട്ടൻ ഭയങ്കരമായിട്ട് സിമ്പിൾ ആയിട്ട് നടക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു എന്റെ ആഗ്രഹം മാത്രമാണ് ഒരു ആക്ടർ എന്ന ആവണം. അതിലൂടെ തന്നെ ഒരുപാട് പേര് തിരിച്ചറിഞ്ഞ അങ്ങനത്തെ ഒരു മൈൻഡ് അല്ല നടന്നുണ്ട്. നല്ലൊരു ആക്ടർ ആവണം, നല്ലൊരു അഭിനേതാവാണ്, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ അതുകൊണ്ടായെന്ന് തോന്നുന്നുണ്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് കുറെ പേര് തിരിച്ചറിയുമ്പോൾ എനിക്ക് ചില നേരത്ത് ഭയങ്കര ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ചില സമയത്ത് ചില നേരത്ത് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല, അങ്ങനെ പോവും, എന്റെ ഇഷ്ടത്തിന് ഞാൻ പോയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ നമ്മള് ഫിലിമിന് ശേഷം ഈ തൃശ്ശൂര് ഒക്കെ കിടന്ന് നടക്കുമ്പോൾ എന്തെങ്കിലും മുന്നത്തെ ആ ഒരു നടത്തവും ഇപ്പോഴത്തെ ആ ഒരു നടത്തവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണോ? എനിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേൾക്കും, ഇത് മറ്റേ നടനല്ലേ, മറ്റേ നാടല്ലേ, അങ്ങനെ കേൾക്കാറുണ്ട്. ചിലവരൊന്ന് ഫോട്ടോ എടുക്കും അങ്ങനെ. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് മാറ്റം, ഞാൻ അന്ന് ഈ പറഞ്ഞ റൗണ്ടിൽ നടക്കണ മാതിരിയും എന്റെ സുഹൃത്തുക്കളുടെ ഒപ്പം ഇരുന്ന് ചായ കുടിക്കണം, അതൊക്കെ ഇപ്പോഴും അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പൊ ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാവുമ്പോ ഞാൻ എവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്നു, സുഹൃത്തുക്കളോട് വർത്താനം വന്നിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ വന്നിട്ട് ഇപ്പോഴും എന്നെ കാണാം. അതിനും മാറ്റമൊന്നുമില്ല, അങ്ങനെ മാറേണ്ട ആവശ്യമില്ല. ഈ മാടപ്രാവുമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ, ആ ഒരു ക്യാരക്ടറായിട്ട്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ബേസിക് എന്റെ ആക്ടിങ് ഇതൊക്കെ അവർ ഉദ്ദേശിച്ച ഒരു ക്യാരക്ടറിലേക്ക്, റൈറ്ററും ഡയറക്ടറും ഉദ്ദേശിച്ച ആ ഒരു ക്യാരക്ടറിലേക്ക് അത് ഭയങ്കരമായിട്ട് സൂട്ട് ആവണ്ട ഞാൻ അഭിനയിച്ചപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓഡിഷനൊക്കെ ചെയ്തെടുക്കുമ്പോ കുറെയൊക്കെ ചിലപ്പോ ഞാൻ പെരുമാറുന്ന രീതികളായിട്ട് ചിലപ്പോ സാമ്യം ഉണ്ടായിരിക്കും. അതങ്ങനെയാണല്ലോ, ഫസ്റ്റ് നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോ ചിലപ്പോ അത് അങ്ങനെ ഫീൽ ചെയ്യാൻ പലർക്കും. ചിലപ്പോ എന്നെ അറിയുന്നവർക്ക്, എന്നെ അടുത്തറിയുന്നവർക്ക് ചിലപ്പോ തോന്നും, നീ അത് തന്നെയാടാ, നീ അത് ചെയ്തേ, നീ ഇതേമാതിരി തന്നെയാടാ അവിടെ ചെയ്തേന്ന് തോന്നും. ചിലപ്പോ ശരിയായിരിക്കും ചിലപ്പോ, പക്ഷെ എനിക്കത് അങ്ങനെ തോന്നില്ല. എങ്ങനെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്? തീർച്ചയായിട്ടും. ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഒക്കെ ഉള്ള ആളാണ്. കുറെ ഉണ്ട്. ചില സമയത്ത് നമുക്ക് എല്ലായിടത്തും എത്താൻ പറ്റാതെ, എന്നാലും ആ ഒരു ജേർണിയില് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായി നിന്നിരുന്ന ആരെങ്കിലും ഒക്കെ? തീർച്ചയായിട്ടും എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഓഡീഷനൊക്കെ ചെയ്ത് വരും, ഓഡീഷനൊക്കെ ചെയ്തിട്ട് രാത്രിയൊക്കെ ആയിട്ട് തിരിച്ചു വരിക. ആ നേരത്ത് നമ്മൾ ചിലപ്പോ വണ്ടിയൊന്നും എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ സുഹൃത്തുക്കളെ വിളിക്കുന്നുണ്ടാ, ഞങ്ങൾ വന്നിട്ട് ഞാൻ വരാടാന്ന് പറഞ്ഞിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വരും രാത്രി. അപ്പൊ അങ്ങനെ നമ്മളങ്ങനെ നല്ല സുഹൃത്തുള്ളത് കൊണ്ടാണ് അവര് നമ്മുടെ കൂടെ നമ്മൾ വിളിക്കുമ്പോഴേക്ക് ഓടി വരുന്നത്. അതിപ്പോ ഞാനിപ്പോഴും നാട്ടിലില്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ വീട്ടില് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ വിളിച്ച് പറയാം, ഇവിടെ ഒന്ന് പോടാ, ചെല്ലടാ, അങ്ങനെ ഓക്കെടാ, ശരിയാ. ഒരുപാട് സുഹൃത്തുക്കൾ. അതെ, അവർക്ക് എങ്ങനെയാണ് ഒരു ആക്ടർ എന്നുള്ള ആ ഒരു മുഖത്തിലാണോ ഇപ്പൊ കാണുന്നത്, അല്ലെങ്കിൽ മുന്നത്തെ ആ ഒരു? അവർക്ക് ഞാൻ പണ്ട് ഞാൻ എന്താണോ അത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് അവർക്ക്. അത് അവര് എന്റെ അടുത്ത് പറയും, നമ്മളിപ്പോ ചെന്നിരിക്കും ഇവിടെ എന്ന് പറഞ്ഞിട്ട്, അല്ലാണ്ട് ഇപ്പൊ ഞാൻ ഇതൊരു ആക്ടർ വരുന്നു അങ്ങനത്തെ സാധനമൊന്നുമില്ല. നമ്മളെന്ന് ചെന്നിരിക്കും അതേമാതിരി തന്നെ അവര് മൈൻഡ്. ചിലപ്പോ നമ്മൾ ചെന്നിരുന്നോണ്ട് ഇപ്പൊ ചിലപ്പോ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ഞാൻ വരുന്നോണ്ട് എനിക്ക് സ്ഥലം ഒരു തേങ്ങയില്ല, അങ്ങനത്തെ ഒരു അത് അവരിപ്പോഴും എന്നെ സുഹൃത്തുക്കളായിട്ട് കാണണം. പുറത്ത് പോകുമ്പോ അവരുടെ കൂടെ ഒക്കെ പുറത്ത് പോകുമ്പോ ചില നമുക്ക്
ഒക്കെ വിലയില്ലാത്തോളം പുറത്തെ ആൾക്കാർക്ക് ഇവൻ സിനിമ നടനാട്ടാന്ന് പറയും, മര്യാദയ്ക്ക് സംസാരിച്ച അങ്ങനെയൊക്കെ രീതിയിൽ എന്തെങ്കിലും ക്രിട്ടിസൈസിങ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അത് പറയും. ഇപ്പൊ നമ്മള് അഭിനയിച്ച പല സാധനങ്ങൾ കാണുമ്പോഴൊക്കെ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, അത് എടാ അത് ഇതായിട്ടാ, നീ മറ്റേ അഭിനയിച്ച മാതിരി തന്നെ സെയിം ആയിട്ട് അഭിനയിച്ചാട്ടാ, അല്ലെങ്കിൽ അതൊന്നും മാറ്റി പിടിക്കുന്ന നല്ലതായിരിക്കും കേട്ടാ, അത് ഒന്ന് മാറ്റി പിടിക്കടാ. അഭിനയം വേറെ, നമ്മളെങ്ങനെയാണോ. എനിക്ക് ഭയങ്കര സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള, ഞാൻ ഭയങ്കരമായിട്ട് പക്ഷെ ഞാൻ ആദ്യം കണ്ടപ്പോ അങ്ങനെ തോന്നിയില്ല കേട്ടോ. ഞാൻ ഞാൻ വളരെ സെക്കൻഡ് കഴിഞ്ഞാൽ സംസാരിക്കാനായിട്ട് കുറവായിരിക്കും. ഞാൻ വിചാരിച്ചത് ഞാൻ ചോദിക്കണതിനൊക്കെ എങ്ങനെയായിരിക്കും ഇനി മറുപടി എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഓക്കെയാണ്, കൂളാണ്. ഞാൻ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. അതായത് നമുക്ക്, ഞാൻ ഇപ്പൊ കുഞ്ഞുണ്ണി മാഷ് സംസാരിച്ചോണ്ടിരുന്ന വളരും എന്ന് പറഞ്ഞിട്ടില്ല, അതേമാതിരി തന്നെയാണ് അത്. ശരി, കറക്റ്റ് അങ്ങനെ തന്നെ പറഞ്ഞേക്കണേ. അതെ, എന്തോ തെറ്റുപറ്റി ക്ഷമിക്കണം. ഓക്കെ. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ ചില അറിവുകള് ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോ ഞാനും പഠിക്കുകയാണ്. ശരിയാണല്ലോ, ഇത് ഇങ്ങനെയാണല്ലോ, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ നമ്മൾ പറയുമ്പോ തെറ്റുണ്ടെങ്കിൽ അവര് പറയണ്ടാ അതങ്ങനെ അല്ലാട്ടാന്ന് പറയുമ്പോ ഓക്കെ അതങ്ങനെയല്ലേ. അപ്പൊ നമ്മൾ ചിലപ്പോ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കും. അപ്പൊ നമ്മള് സംസാരിക്കുന്ന അറിവ് സൗഹൃദം എല്ലാം കൂടിക്കൊണ്ടിരിക്കും. കൂടുതൽ സ്ഥലത്ത് പോയി മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു റിലേഷൻ കിട്ടില്ല. അപ്പൊ ഒരു സംസാരപ്രിയനാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു മൂവി, അതിലേക്ക് എൻട്രി വന്നത് എങ്ങനെയാണ്? അതായത് സെയിം ഇതിന്റെ തമിഴ് വേർഷൻ ആണ്, പടത്തിന്റെ തമിഴ് വേർഷൻ. എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു എൻട്രി? അതേമാതിരി ഞാനൊരു മലയാളം പടം വയനാട്ടിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്കൊരു കോള് വന്നു. അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു വിളിക്കണം. അപ്പോൾ അവിടുന്ന് സംസാരിക്കുക, സാർ ഇത് നിങ്ങൾ തമിഴ് പടത്തിന് அப்ப உங்க கியூன் படம் தமிழுக்கு ரீமேக் பண்ண அப்படியா மேம்? ஓகே சார், உங்க கேரக்டர் நீங்க தான் நடிக்கணும். ഓക്കെ, ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് കോൾ பண்ணாம ഞാൻ നേരെ പ്രൊഡ്യൂസർക്ക് വിളിച്ചു, ക്യൂന്റെ പ്രൊഡ്യൂസർക്ക് വിളിച്ചു, ഷിബുക്കാനെ വിളിച്ചിട്ട്, ഷിബുക്ക ഇങ്ങനെ അവര് വിളിച്ചിട്ടുണ്ട്, പടം ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടാ, ഞാൻ കൊടുത്തിട്ടുണ്ടാ, റീമേക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചു. അപ്പൊ പിന്നെ എന്റെ അടുത്തൊരു മലയാളിയാണ് സംസാരിച്ചത്, ചെന്നൈ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ് സംസാരിച്ചത്. അങ്ങനെ ഇതാണ്, അപ്പൊ ജെൻസൺ ഡയറക്ടറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞത്. ഓക്കെ, എങ്ങനെ തമിഴ്? അപ്പൊ ഞാൻ ആള് തമിഴാന്ന് ചോദിച്ചാൽ ഞാൻ ആളുടെ അടുത്ത് തമിഴ് സംസാരിച്ചു. അപ്പൊ ജെൻസ് തമിഴ് അറിയാൻ ചോദിച്ചു എന്റെ അടുത്ത്. പറവാല്ല, കൊഞ്ചം തെരിയുന്നു. തമിഴ് പടം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ചെറുപ്പം തൊട്ടേ സൺ ടിവിയിലൊക്കെ പടങ്ങൾ കണ്ടിട്ട്, കെ ടിവിയില് ഒരു ദിവസം 6 പടം ഉണ്ട്, അറിയാം? ഇല്ല, കെ ടിവിയിൽ ഒരു ദിവസം 6 പടം ഉണ്ട്. ഏറ്റവും കൂടുതൽ സിനിമ പ്ലേ ചെയ്യുന്ന ചാനൽ കെ ടി വി ആണ്. അവർക്ക് ഇങ്ങനെ ഗ്യാപ്പിട്ട് ഒരേ പടങ്ങൾ 6, 7, 8 ഒക്കെ ഉണ്ട്. അപ്പൊ ആ പടങ്ങളൊക്കെ എല്ലാ ദിവസവും ഞാൻ കാണുന്ന ഒരു പരിപാടി. അത് ഇന്ന സമയത്ത് പുതിയ പടങ്ങൾ അങ്ങനെ ഉണ്ടാവും. തമിഴ് പടങ്ങൾ ഇപ്പോഴൊക്കെയുള്ള നമുക്ക് ഈ OTT ഒക്കെ അങ്ങനെ വരില്ല, അത് ചാനൽ തന്നെ കാണും. അങ്ങനെ ചെറുപ്പം തൊട്ടേ തമിഴ് പടങ്ങൾ കൊണ്ട് ഭയങ്കര ഇഷ്ടം. തമിഴ് ലാംഗ്വേജ് സംസാരിച്ച് അങ്ങനെ. അപ്പൊ അവര് തമിഴ് നല്ല പേസിട്ട് എടുക്കുന്നു. തെരിയില്ല, കൊഞ്ചം മട്ടും തെരിയുന്നു. ഇല്ല പരവായില്ല ജെൻസൺ നല്ല പേസിട്ട് എടുക്കുന്നു, അപ്പടിയാന്ന് വെച്ചു. അപ്പൊ ഡയറക്ടറിനെ കാണണം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്തുതരാം, വരാൻ പറ്റുമോ? ഞാൻ വരാം. ഡയറക്ടറിനെ പോയി കണ്ടു. അപ്പൊ അവര് സംസാരിച്ച് ഇങ്ങനെ പടം തുടങ്ങി. അപ്പോഴും എനിക്കറിയില്ല ഇത് ആരൊക്കെ അഭിനയിക്കണം. തമിഴ് ഓക്കെ, ഞാൻ ഓക്കെയാണ്. കാരണം നമുക്ക് ഞാൻ ചോദിക്കാനും പോയില്ല. ഫസ്റ്റ് ദിവസം ലൊക്കേഷനിൽ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിന്റെ ഒരു വാർത്ത, അതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാർത്ത ഞാൻ വീട്ടിലിരുന്ന് പത്രത്തിൽ വായിക്കുകയാണ്. നമ്മുടെ സിനിമയുടെ ബേസ് ചെയ്തിട്ടുള്ളത് വായിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഹർഭജൻ സിംഗ് സിനിമയിലേക്ക് വന്നിട്ട് ഒരു വാർത്ത. ഹർഭജൻ സിംഗ് ഒക്കെ സിനിമയിലേക്ക് വരുന്നില്ലേ, കുഴപ്പമില്ലോ എന്നൊക്കെ ചേട്ടന്റെ അടുത്ത് പറയാറ്. അപ്പോഴും എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുന്നാണെന്ന് എനിക്ക് വിളി വന്നിട്ടുള്ളൂ. അപ്പോഴും എനിക്കറിയില്ലായിരുന്നു. വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് മാത്രമേ പറഞ്ഞിട്ട്. എനിക്ക് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഈ ക്യൂന്റെ പടം അതേ പേരിൽ തന്നെ ആയിരിക്കും വിചാരിച്ചു. അപ്പൊ ഞാൻ പേരും ചോദിച്ചിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഇതും കാണിച്ചിട്ടുണ്ടായില്ല. അറിയില്ല. അത് കഴിഞ്ഞ് ലൊക്കേഷനിൽ ഫസ്റ്റ് ദിവസം ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ പടത്തില് അഭിനയിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പടം. അപ്പോഴാണ് ഞാൻ പടത്തിനെ കുറിച്ച് കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ ഓക്കെ, അപ്പോഴാണ് ഈ പടത്തിന്റെ പേര് അറിയുന്നത്. അപ്പോഴാണ്
അപ്പനും ചേട്ടനെ വിളിച്ചു പറഞ്ഞു നമ്മൾ അന്ന് വായിച്ചോളൂ ആ പടം വീട്ടിലെ ആൾക്കാരെ. എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ബാജിയുടെ അടുത്ത് ആദ്യം എനിക്ക് ലാംഗ്വേജിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ആള് കൂടുതൽ ഹിന്ദിയാണ് യൂസ് ചെയ്യാറ്. ഇംഗ്ലീഷ് യൂസ് ചെയ്യും, അതുകൊണ്ട് ഹിന്ദിയാണ് ആൾക്ക് കംഫർട്ടാണ്, അത് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കണം. അപ്പൊ ഓരോ 4 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഒരു ഷെഡ്യൂള് ഓരോ ഷെഡ്യൂൾ കഴിയും തോറാണ് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിയുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി നമ്മൾ ഒപ്പം ചെയ്യുന്ന ത്രോട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ആൾക്ക് മനസ്സിലായി. സെക്കൻഡ് ഷെഡ്യൂളിൽ എത്തിപ്പിക്കും ആള് ജെൻസൺ കം എന്നൊക്കെ എന്നെ വിളിച്ചു തുടങ്ങി. ഞാൻ നൈസായിട്ട് പോയി അധികം സംസാരിക്കില്ല, കാരണം ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ ആളിനെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമായി. ആൾക്ക് ആളിനെ റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ആള് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുമ്പോ ആൾ എന്നെ വന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കും, നമുക്ക് ഡാൻസ് കളിക്കാന്നൊക്കെ പറയാം. അങ്ങനെ ഫൈനലി നമുക്ക് ഭയങ്കര കമ്പനി ആയി. ലാംഗ്വേജ് അറിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു സംസാരിച്ചു. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഭയങ്കര കമ്പനി ആയി പോയി. കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ സതീഷ് ബ്രോ ഉണ്ടായിരുന്നു, പിന്നെ കുറെ ആക്ടേഴ്സ് സമ്മേളനത്തിലുണ്ടായിരുന്നു. അത്ര വലിയൊരു പടം അവിടെ പോയി ചെയ്തു. അങ്ങനെയാണ് അത് കൺഫേം ആയിട്ടും. അത് കാരണം ഞാൻ എന്റെ ഒരു മുടി സ്റ്റൈലും എന്റെ ഒരു തടിയൊക്കെ ആ ക്യാരക്ടർ അവർ ഉദ്ദേശിച്ച് വെച്ചിരുന്നത് അങ്ങനെയാണ്. അതൊരു പുതുമുഖങ്ങളുടെ ഒരു പടമല്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ച് വെച്ചിരുന്നത്. അപ്പൊ അതെനിക്ക് കറക്റ്റ് എന്നെ ഞാൻ വന്നപ്പോ സൂട്ടായി. പിന്നെ എന്റെ മാതിരി 4-5 പേരുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ ഓഡിഷൻ കഴിയും തോറും അവർക്ക് അത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആരാണോ എന്ന് അതിനനുസരിച്ച് തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ചില ക്യാരക്ടേഴ്സ് നമ്മൾ കാണുമ്പോൾ, ചില ഫിലിംസ് കാണുമ്പോൾ ഈ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്പയർഡ് ആയി ചെയ്യാനായിട്ട് തോന്നി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ ജെൻസന്? എനിക്ക് അങ്ങനെ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയിലില്ല. പക്ഷെ എന്നാലും ഭയങ്കര സ്പാർക്കിംഗ് ആയിട്ട് അയ്യോ ഈ ഒരു ക്യാരക്ടർ പോലെയൊക്കെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു പോകുന്ന ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ചില തോന്നിയിട്ടുണ്ടായിരിക്കും, എന്നാലും ഒന്ന് ഓർക്കാനൊരു ഇത്തിരി സമയം തീർച്ചയായിട്ടും. അങ്ങനെ തമിഴ് തമിഴിൽ എനിക്ക് 1-2 സാധനങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. കൂടുതൽ തമിഴിലാണ് അങ്ങനെ ചെയ്തത്. കാരണം ഇവിടെ മലയാളത്തിലും ആ ക്യാരക്ടർ ആരാ ചെയ്തേക്കുന്നത് അത് ആൾക്കാണ് ആപ്റ്റ്. നമ്മള് ചെയ്തുകൊണ്ട് നന്നാവുന്നല്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ കൊതി തോന്നില്ല. അതായിരിക്കും ചിലപ്പോ ഫീൽ ചെയ്യണം. ഇപ്പൊ നമ്മുടെ മനോജ് കെ ജെയിനൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു കുട്ടൻ തമ്പുരാന്റെ ഒക്കെ ആ റോള് ചില ആളുകൾ പറയും ആ റോളൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു അറ്റംപ്റ്റ് എങ്കിലും ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലെ. മലയാളത്തിൽ ഏതെങ്കിലും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടോ? ഓർമ്മ കിട്ടുന്നില്ല. ചിലപ്പോ തോന്നിക്കോ അതാണ് എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു എന്നുള്ളത് ഓർമ്മയിലില്ല, ഓർമ്മ കിട്ടുന്നില്ല. ചിലപ്പോ തോന്നിയിട്ടുണ്ടായിരിക്കും. അതെ. ഇനി നമുക്ക് എപ്പോഴേ നമ്മുടെ ഒരാഴ്ചയില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 3-4 പടങ്ങൾ ഇറങ്ങുന്നുണ്ട് പുറത്തേക്ക്. അതിലിറങ്ങുമ്പോ 2 നമ്മുടെ സൂപ്പർ സ്റ്റാർസ് അഭിനയിച്ച അടിപൊളി പടങ്ങളായിരിക്കും. അതിൽ എന്താ പറയാ, അതിന്റെ ഒരു സ്റ്റേജ് താഴെ നിൽക്കുന്ന ചില പടങ്ങൾ അത്രയും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് എങ്ങനെയാ ചേട്ടൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയാണ്? അതെ, അപ്പൊ ഒരു സൂപ്പർ സ്റ്റാർസുകൾ ആയതുകൊണ്ട് അവരത്രയും കയറി പോകുന്നു, എന്നാൽ അതിന്റെ ഒരു സ്റ്റേജ് താഴെ നിൽക്കുന്ന പടങ്ങൾ അത്രയും കയറി പോരുന്നില്ല. ഇങ്ങനെ പ്രേക്ഷക ശ്രദ്ധ പറ്റുന്നില്ല എന്നുള്ളൊരു. ചില സമയത്ത് ഇപ്പൊ ഞാൻ ഈ ഓരോ പടത്തിന്റെ എടുത്ത് നോക്കുമ്പോ മാർക്കറ്റിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂള്ള ഘടകമാണ്. ഈ പടം റിലീസ് ആവുന്ന ആദ്യത്തെ 3 ദിവസമാണ് മാർക്കറ്റിംഗിന്റെ മെയിൻ ഘടകം. ആദ്യത്തെ 3 ദിവസമാണ് ജഡ്ജ് ചെയ്യുന്നത്. അത് ഈ ഒരു പടത്തിന്റെ പടം ഇറങ്ങുകയാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം ഒരു പുതിയ ആൾക്കാരനെ വെച്ചൊരു പടം പുതിയ ഇറങ്ങാണ്, പടം നല്ലതാണ് പൊട്ടുകയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ആദ്യത്തെ 3 ദിവസം അത് കാണണം കുറച്ച്, എന്നാലാണ് നല്ലതാണെങ്കിൽ പൊട്ടാണെങ്കിൽ പുറത്തേക്ക് അറിയാം. അപ്പൊ ആ 3 ദിവസം കാണാൻ വേണ്ടിയിട്ട് ആരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റിംഗ് സെക്ഷനാണ്. പിന്നെ ഞങ്ങളിപ്പോ ക്യൂ എന്ന് പറഞ്ഞെടുത്ത് നോക്കുക, മെക്കാനിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ഫോക്കസ് ചെയ്തപ്പോ അവരായിരുന്നു ആദ്യത്തെ 3 ദിവസം പടം കണ്ടത്. അല്ലാത്ത പക്ഷെ അവർക്ക് ഇഷ്ടമായപ്പോ അവരത് പറഞ്ഞു ആ നല്ല പടമാണ്. അതാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു വലിയ സ്റ്റാറുകളുടെ പടം ഇറങ്ങുമ്പോ അവരുടെ ഫാൻസ് ആണ് ആദ്യത്തെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. നല്ലതാണെങ്കിൽ അവർ നല്ലത് തന്നെ പറയണം. ഇന്നത്തെ കാലത്ത് അങ്ങനെ പറയണം. പൊട്ടയാണെങ്കിൽ മോശം പടം തന്നെ പറയുന്നത്. എത്ര വലിയ ആൾക്കാരായാലും മോശം പടാട്ടാന്ന് പറയും. അത് പുറത്തേക്ക് നമുക്ക് കേൾക്കാം. അതുകൊണ്ട് മോശം പടത്തിന് ആൾക്കാരൊന്നും ഇല്ല, നല്ല പടത്തിന്. അപ്പൊ എത്ര നല്ല പടയിൽ ആദ്യത്തെ 3 ദിവസത്തേക്ക് നമ്മള് ഫോക്കസ് ചെയ്യണം പറ്റണം.
ആരെ കേറ്റും. ഇപ്പൊ തണ്ണീർമത്തം എന്ന് പറഞ്ഞൊരു പടം വന്നു, എങ്ങനെയാണ് അത് ഫോക്കസ് ആയി ആദ്യം ആ പാട്ട് റിലീസ് ആയി. ആ പാട്ട് ആർക്കാണ് ഫീൽ ചെയ്തത്? സ്റ്റുഡൻസിന്, 10ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിന്. അപ്പൊ ആദ്യം ആരാണ് കയറിയത്? ആ പഠിച്ച എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരാണ് ആദ്യം കയറിയത്. കയറിയപ്പോ പടം ഒക്കെ ഇതന്നെയല്ല സംഭവിച്ചത്. അങ്ങനെയാണ് ഓരോ പടത്തിനും സംഭവിക്കുന്നത്. അപ്പൊ ആദ്യം കാണാൻ ആൾക്കാരുണ്ടായിരിക്കണം. അപ്പൊ ആരുടെയെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ 3 ദിവസം നമ്മൾ കളിക്കാൻ തീരുമാനിക്കുന്നത്, അതായിരിക്കും ആ പടത്തിന്റെ വിജയം. പിന്നെ കയറുകൊണ്ട് മാത്രമായില്ല, അതിന് ആ പടത്തിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ആ പടം നല്ല പടമായിട്ട് തീർച്ചയായിട്ടും വിജയിക്കും. അങ്ങനെ കയറാനില്ലാണ്ടാവുമ്പോഴാണ് പല പടങ്ങളും നല്ല പടങ്ങളായിട്ട് പോലും ശ്രദ്ധിക്കാണ്ട് പോണത്. പിന്നെ അത് OTT-യിൽ വരുമ്പോ പലരും കണ്ടിട്ട് പറയും, പക്ഷെ ഗംഭീര പടമായിരുന്നു, രസമായിരുന്നു, മിസ്സായി പോയില്ലാണ്. OTT-ൽ കാണാൻ നമുക്ക് എന്താ ഓപ്ഷൻ? നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കാണാം. ഈ മൈൻഡ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് കാണുന്നത്. പക്ഷെ തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ നമ്മൾ 10 പേര് പറയണം ഗംഭീര പടാന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ കാണുള്ളൂ, അല്ലെങ്കിൽ കാണില്ല. ജെൻസൺ ബ്രോന്റെ അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഇനിയിപ്പോ ഒരു 5-6 പടങ്ങളുണ്ട്. തവളയുടെ താന്ന് പറഞ്ഞൊരു പടമുണ്ട്, ഇടുക്കി സംഭവം എന്നൊരു പടമുണ്ട്. പിന്നെ പേര് പുറത്ത് ഇതാക്കിയിട്ടില്ല, നമ്മുടെ പെപ്പയുടെ ഒരു പടമുണ്ട്. അതായത് സോഫിയ മാമിന്റെ പടം, വീക്കെൻഡിന്റെ, അതായത് RDX-ന് ശേഷം അവര് ചെയ്ത പടം, അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ 2 പടം കൂടി ഉണ്ട്, ഒരു തമിഴ് പടമുണ്ട്. അങ്ങനെ ഒരു 5-6 പടം ഉണ്ട് ഓൾറെഡി റിലീസ് ആവാൻ വേണ്ടിട്ട്. പിന്നെ ഒരു ലുക്മാന്റെ കൂടെ ഒരു പടം ചെയ്തിരുന്നു, ആ പടം ഉണ്ട്. അങ്ങനെ പിന്നെ ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് ഒരു വടക്കൻ പ്രണയപർവ്വം എന്നൊരു പടം, അത് പുതിയ അപ്കമിങ് റിലീസ് ആവാനായിട്ട് ഏതെങ്കിലും ഉണ്ടോ? എന്തായാലും ഓണത്തിന് പെപ്പയുടെ പടം ഉണ്ടാവും. ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഓണത്തിനാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്, റിലീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. മാറില്ലെന്നൊന്നും പറയാം, നമുക്ക് കാണാം തീർച്ചയായിട്ടും. എന്തായാലും ഓണത്തിന് തിയേറ്ററുകളിൽ എല്ലാവരും പോയി കാണട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ ഓണത്തിന് പുറത്തിറങ്ങാനായിട്ട് പോകുന്ന ആ പുതിയൊരു ചിത്രത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞാലോ? തീർച്ചയായിട്ടും. അത് ഈ പറഞ്ഞ പോലെ ഞാന് ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു രസമുള്ള സാധനമാണ്. കൂടുതലും ഡയലോഗ്സ് നേരിട്ടും കൂടുതൽ പ്രസൻസ് ആണ് എനിക്ക് കൂടുതലായി. ഇതുവരെ ചെയ്യാത്തൊരു സാധനം, എന്താ പറയാ, റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഒത്തിരി ടാസ്ക് ആയിരുന്നു, പക്ഷെ എന്നാലും അത് എനിക്ക് അതിന്റെ ഡയറക്ടർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. മുന്നമാരിയാണ് അത് ക്യാരക്ടറിന്റെ ഒരു ഇതൊക്കെ പറഞ്ഞ് എനിക്ക് ആ ഒരു എന്താ പറയാ, ഒരു ഒറിജിനല് ഒരു വ്യക്തി എന്താണ്, ആളിനൊക്കെ ഞാൻ പോയി പഠിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മളത് ചെയ്തത്. ഭയങ്കര രസമായിരുന്നു. പിന്നെ അത് ഒരു എന്റർടൈൻമെന്റ് മൂവി ആയിരിക്കും, നല്ല രസമായിരിക്കും ആ പടം. ഒരു ബാക്കിയുള്ളത് എന്തായാലും ഞങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. തീർച്ചയായിട്ടും ഒരു വമ്പിച്ച വിജയമാവട്ടെ, ഒരു വമ്പൻ വിജയം തന്നെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥന. പെപ്പയുടെ എല്ലാ പടങ്ങളും അത്യാവശ്യം സ്റ്റണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഈ പടം എങ്ങനെയായിരിക്കും? എല്ലാം ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇടിയില്ലാത്ത പരിപാടി ഇല്ല. എല്ലാം ഉണ്ട്. ഫീലിംഗ്സ് ഉണ്ട്, സ്റ്റണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല ഒരു എന്റർടൈൻമെന്റ് ആണ് തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് തിയേറ്ററിൽ കാണണം. വമ്പിച്ചൊരു വിജയമാവട്ടെ. അപ്കമിങ് പ്രോജക്ട്സ് ഒരുപാട് വരട്ടെ, നിറഞ്ഞു നിൽക്കട്ടെ, നല്ല തിരക്ക് വരട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും. ഇനിയും ഞങ്ങളുടെ കൂടെ ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ വരണം. വലിയ സ്റ്റാർ ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും, ഇപ്പോഴും സ്റ്റാർ ആണ്, പക്ഷെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞാലും ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വരണം. നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാ വിളിക്കണം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നും ഇപ്പൊ വിളിക്കുമ്പോ അങ്ങനെ ഒന്നും ഇന്റർവ്യൂ ഉണ്ടെന്ന് ഞാൻ ഉണ്ടെങ്കിൽ വരെ ഒഴിവുണ്ട്, ഒക്കെ ചെയ്യാം. ഇപ്പൊ റീസെന്റ് പുറത്തിറങ്ങിയിട്ടുള്ള പ്രേമല് തൊട്ട് എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റ് ആയിക്കാണ്. എന്താണ് ആ ഒരു മലയാള ആക്ടർ എന്ന രീതിയിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഇപ്പൊ തമിഴ് ഞാൻ ചെയ്യുമ്പോ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പൊ അവിടെ ഉണ്ട്. അവരൊക്കെ എന്റെ അടുത്ത് വിളിച്ചു പോയി. അവര് നമ്മളെ കാണുന്നത് മലയാളം ആക്ടർ എന്നൊരു ഭയങ്കര ബഹുമാനത്തോടു കൂടി കാണും. കാരണം ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട്, മലയാളം അല്ലാണ്ട് ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ചെറിയൊരു ഇൻഡസ്ട്രി ആണ് മലയാളം. എന്നിട്ട് നമ്മള് തലയുയർത്തി നിൽക്കുന്നില്ല, അതാണ് വലിയ കാര്യം. ഒരു സംശയമില്ല. കാരണം ഇന്ന് OTT വന്നതിന് ശേഷമാണ് മലയാള ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു മലയാള ആക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് അവര് പറയുന്നത് ഭയങ്കര ആക്ടിങ് ടാലന്റ് ആണ് അവിടെ മലയാള ആക്ടേഴ്സ് എല്ലാവർക്കും. ചെറിയ ആളെടുത്താലും ആരെടുത്താലും ഒരു രക്ഷയില്ലാത്ത ടാലന്റ് ആണ് കൊടുത്തത്. എവിടെ പോയി നിന്നാലും നിങ്ങൾ അഭിനയിച്ചിട്ടേ പോരുള്ളൂ. അത് ഭയങ്കര നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ക്രെഡിറ്റ് ആണ്. എവിടെ പോയാലും ഇപ്പൊ തമിഴിലൊക്കെ പോകുമ്പോ നമ്മൾ അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ്.
ഭയങ്കര അല്ല സപ്പോർട്ടാണ്. ഈ ഒരു ടൈമിലാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവന്നത്. അതായത് ഓൾ ഇന്ത്യ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വേൾഡ് എന്ന് പറയാം, ഇന്ത്യ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നതിന്റെ കാര്യം OTT വന്നത് കൊണ്ടാണ്. ഇത് പണ്ട് നമ്മുടെ ഇവിടെ മാത്രം റിലീസ്, നമുക്ക് ഇപ്പൊ അതർ സ്റ്റേറ്റിലേക്ക് പോകുന്ന റിലീസിന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വലിയ സ്റ്റാറുകളുടെ പടങ്ങൾ മാത്രമേ ചിലപ്പോൾ കിട്ടുള്ളൂ. അപ്പൊ അതിന്ന് വ്യത്യസ്തമായിട്ട് OTT വരുമ്പോഴാണ് ഭയങ്കര ടാലന്റ് ആക്ടേഴ്സ്. അതായത് അവരെല്ലാം പറയുന്നത് കുഞ്ഞ് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് അവര് ചെയ്യുന്നതിന്റെ ഒരു അംശം പോലും എടുത്തിട്ടാണ് നമ്മൾ ഇത്ര നല്ല പ്രൊഡക്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതാണ് അവര് പറയുന്നത്. പിന്നെ ഓരോ ഇന്റർവ്യൂ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലരും പറയും നമ്മളോട് വർക്ക് ചെയ്യുന്ന ടൈം ഓടി നടന്ന് വർക്ക് ചെയ്യാണ്. ഇപ്പൊ നമ്മള് മൊത്തത്തില് ഈ OTT വന്നതിന് ശേഷമാണ് ഈ പടങ്ങളൊക്കെ, നമ്മുടെ മലയാള പടങ്ങൾ, മലയാള പടത്തിലത്തെ ആക്ടേഴ്സിനൊക്കെ അപ്പോഴാണ് ഇവർ ഇത്രയും ടാലന്റുള്ള ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ. ഓൾറെഡി നമ്മളെ കുറെ പേരിനെ അറിയെങ്കിലും കൂടി ഇപ്പോ ചെറിയ ആക്ടേഴ്സിന് എടുക്കുമ്പോ പോലും ഭയങ്കരമായിട്ട് ഭയങ്കര ക്വാളിറ്റിയാണ്. ഇവരെവിടെ വന്ന് അഭിനയിച്ചാലും ഇവരുടെ ക്വാളിറ്റി. അതുകൊണ്ടല്ലേ പുറത്തുള്ള പല പടങ്ങളിലേക്കും തമിഴായാലും തെലുങ്കായാലും കന്നഡയിലും നമ്മൾ ഒരുപാട് ആക്ടേഴ്സിന് ചാൻസ് കിട്ടുന്നത്. ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച്. ഒരു ആക്ടർ, മലയാളം ആക്ടർ എന്ന് പറയാൻ നമുക്ക് ഭയങ്കര അഭിമാനം. മലയാള സിനിമയില് ഒരു സ്പാർക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറെ പറയാൻ പറഞ്ഞാൽ ആരെ പറയും? എന്നെ സംബന്ധിച്ച് ബേസിക് എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറയുന്നത് ജഗതി ചേട്ടനാണ് എന്റെ. തീർച്ചയായിട്ടും ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയാണ്. പറയാലോ, നമുക്കിപ്പോ നഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാൻ സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ ആളുടെ കൂടെ അഭിനയിക്കും. ഭയങ്കര ആഗ്രഹമാണ് അത്. എല്ലാ നടന്മാരും കൂടെ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് എന്തോ, ഞാൻ ചെറുപ്പം തൊട്ടേ നമ്മള് ഇഷ്ടപ്പെട്ട ആളുടെ ക്വാളിറ്റി ഭയങ്കര. ഏത് ക്യാരക്ടറും കൊടുത്തു അഭിനയിച്ച എപ്പോഴെങ്കിലും നമ്മളൊരു ക്യാരക്ടർ നമ്മൾ മോശം ഏതെങ്കിലും ഇപ്പൊ മോശം പടത്തിൽ പോലും അങ്ങേര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ആ നേരം നമ്മൾ ഫ്രീ ആയി. ഒരിക്കലും നമ്മൾ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയത് ഇങ്ങനെ എന്നിട്ട് ആളും ചോദിച്ചില്ല. അതാണ് ആളുടെ ടാലന്റ്. അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും നല്ല നല്ല ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന സംഗതിയാണ്, ഇപ്പൊ ഒരു പള്ളിയിൽ തച്ചൻ ചെയ്തു. എത്രയോ പടങ്ങളിലെ ആള് പള്ളിയിൽ തച്ചൻ ചെയ്തു. പക്ഷെ നിങ്ങൾ ഓരോ പള്ളിയിൽ തച്ചൻ എടുത്ത് നോക്കി വ്യത്യസ്തമായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. ചിന്തിച്ച പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു പള്ളിയിൽ തച്ചൻ ചെയ്ത പോലെ അടുത്ത പടത്തിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ടച്ച് കിടക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അവിടെ നിന്ന് പറയും. ഇത് ജഗതി ചേട്ടൻ ഇവിടെ ഈ പള്ളിയിലെത്ത അതേമാതിരി ഓരോ ക്യാരക്ടർ, ഇപ്പൊ കൂട്ടുകാരന്റെ ക്യാരക്ടർ, നായകന്റെ കൂട്ടുകാരന്റെ, പൂജാരിയുടെ ക്യാരക്ടർ എല്ലാം ഡിഫറെന്റ് ആണ്. ഭയങ്കര ഒരു നമുക്ക് പ്രത്യാശിക്കാം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ ജെൻസൺ ബ്രോ ആയിരുന്നു. ഒരുപാട് ഫിലിംസ് ഞങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് കാണാൻ സാധിക്കട്ടെ. നല്ല നല്ല ക്യാരക്ടേഴ്സ് ചേട്ടൻ്റെ ആഗ്രഹം പോലെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന എല്ലാ ആശംസകളും പ്രാർത്ഥനയും നൽകുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക് യു എന്നല്ലേ.